എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ 24 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എക്സാം ആണ് CPO എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു CPO എക്സാം അല്ല, ഏതൊരു ഫോഴ്സ് എക്സാം ആയാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പോൾ അത്തരത്തിൽ CPO സ്പെഷ്യൽ ടോപ്പിക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെറും 399 രൂപ മാത്രമാണ് റേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി പർച്ചേസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് CPO റാങ്ക് ഫെയിലും പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വോളിയോ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ SCRT ഫാക്ട്, ന്യൂ SCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഒരു വെടിക്കെട്ട് അപകടം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അല്ലെ, ഒരു സ്ഫോടനം നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് 2026 ഏപ്രിലിൽ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. സോ അതിലെ അംഗമാരാണ് അല്ലെങ്കിൽ അതിനെ നയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ 2026 ഏപ്രിലിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 21 തീയതി മുണ്ടത്തിക്കോട്, ഈ മുണ്ടത്തിക്കോട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പടക്ക നിർമ്മാണമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. സോ ഈ ഒരു മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മുടെ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്, ഒരു സാഹിത്യ പുരസ്കാരമാണ്. അതായത് പത്മപ്രഭ പുരസ്കാരം. അപ്പോൾ 2026 പത്മപ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണ് പുരസ്കാരം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R രാജശ്രീ. ആരാണ്? R രാജശ്രീ ആണ്. അപ്പോൾ 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R രാജശ്രീ ആണ്. കൃത്യമായിട്ട് തന്നെ ഈ ഒരു പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഈ രാജശ്രീ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. അത് എഴുതിയത് R രാജശ്രീ ആണ്. അതേപോലെ തന്നെ ആത്രേയം എന്ന് പറയുന്ന നോവല് ആരുടേതാണ്? R രാജശ്രീയുടേതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ ഇവിടെ എന്തായാലും പത്മപ്രഭ പുരസ്കാരം അല്ലേ പറഞ്ഞത്, 2026 പുരസ്കാരം അല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2025 വന്നേ. 2025 പുരസ്കാരം ആർക്കാ? ആലങ്കോട് ലീലാകൃഷ്ണൻ അല്ലെ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 എന്ത് പുരസ്കാരം? പത്മപ്രഭ പുരസ്കാരം. അപ്പോൾ 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇനി 2024 പോവുകയാണെങ്കിൽ അത് റഫീഖ് അഹമ്മദിനാണ്. ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ് 2024 പുരസ്കാരം. ദെൻ 2023 സുഭാഷ് ചന്ദ്രനാണ്. 2023 സുഭാഷ് ചന്ദ്രനാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്, അതായത് പത്മപ്രഭ പുരസ്കാരമാണ്. 2026 പത്മപ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചു. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R രാജശ്രീക്കാണ്. ഇനി 2025 ആലങ്കോട് ലീലാകൃഷ്ണനാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി കുറച്ച് നിയമനങ്ങൾ, മറ്റു 2 നിയമനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2026 കാൻസിലെ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ്? അപ്പോൾ എന്താണ്? കാൻസ് നമ്മുടെ കാൻ ഫിലിം ഫെസ്റ്റിവൽ തന്നെയാണ്. അപ്പോൾ ആ കാൻസിലെ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ്? പായൽ കപാഡിയ. ആരാണ്? പായൽ കപാഡിയാണ്. അപ്പോൾ ഈ ഒരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഓർമ്മയില്ലേടാ, കാൻ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ട് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധായിക എന്ന് പറയുന്നത് ആരാണ്? അത് ഈ പായൽ കപാഡിയാണ് അല്ലെ. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പായൽ കപാഡിയ നേടിയിട്ടുണ്ട്. അപ്പൊ അതേ പായൽ കപാഡിയ തന്നെയാണ് 2026 കാൻസിലെ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക.
ഇനി മറ്റൊരു നിയമനമാണ്, അതായത് ഡെബിയൻ പ്രോജക്റ്റിന്റെ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. എന്താണ്? ഡെബിയൻ പ്രോജക്റ്റിന്റെ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? അത് ശ്രുതി ചന്ദ്രനാണ്. ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ആദ്യത്തെ ഏഷ്യാക്കാരിയും ഒക്കെ ആര് തന്നെയാണ്? ഇതേ ശ്രുതി ചന്ദ്രൻ തന്നെയാണ്. അപ്പൊ എന്താണ്? ഡെബിയൻ പ്രോജക്റ്റിന്റെ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് ശ്രുതി ചന്ദ്രനാണ്. കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് പഠിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഡെബിയൻ പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂട്ടായ്മയാണ് കേട്ടോ. ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂട്ടായ്മയാണ് ഡെബിയൻ പ്രോജക്റ്റ്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഒരു പുസ്തകത്തെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് മനോജ് മുകുന്ദ് നരവനെ എഴുതിയ ഒരു പുസ്തകത്തെ പറ്റിയാണ്. കാരണം ഇദ്ദേഹം ഓൾറെഡി ഒരു പുസ്തകം എഴുതി, പക്ഷെ അത് പബ്ലിഷ് ചെയ്യപ്പെടാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ്, അതായത് ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോജ് മുകുന്ദ് നരവനെയാണെന്നുള്ള കാര്യത്തെ പറ്റി ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഇന്ത്യൻ സായുധ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട അധികമാർക്കും അറിയാത്ത കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇദ്ദേഹം പരാമർശിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇതുവരെ ഇറങ്ങാത്ത, അതായത് പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകമുണ്ട്, ദി 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരുപാട് വിവാദമായ പുസ്തകമാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അതും എഴുതിയത് ആര് തന്നെ? മനോജ് മുകുന്ദ് നരവനെയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഒരു അപ്ഡേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എപ്പോഴും പരീക്ഷകളിൽ കാണാറുള്ള ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് റാംസർ സൈറ്റുകൾ അല്ലേ. നമ്മൾ ഒരുപാട് തവണ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിൽ പുതുതായിട്ട് ഒരു റാംസർ സൈറ്റ് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റ്, അതായത് 100 എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് ഇനി ഒരൊറ്റ ഒരെണ്ണം കൂടി പ്രഖ്യാപിച്ചാൽ മതി, 100ാമത്തെ റാംസർ സൈറ്റ് ആവും. സോ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റ് ഏതാണ്? അത് ഷേഖ ചീൽ പക്ഷി സങ്കേതം. ഏതാണ്? ഷേഖ ചീൽ പക്ഷി സങ്കേതമാണ്. ഇൻ കേസ് ചിലപ്പോൾ ഷേഖ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ഈ ചീൽ എന്ന് പറയുന്ന തടാകം എന്നുള്ള മീനിങ് ആണ്. ഹിന്ദിയിൽ തടാകം എന്നുള്ള മീനിങ് ആണ് ചീൽ എന്ന് പറയുന്നത്. സോ ഷേഖ ചീൽ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഉത്തർപ്രദേശിലെ 12ാമത്തെ റാംസർ സൈറ്റ്. ഉത്തർപ്രദേശിൽ എത്രാമത്തെയാണ്? 12ാമത്തെ റാംസർ സൈറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ളത്. എത്രയാ? 20 റാംസർ സൈറ്റുകളാണ് തമിഴ്നാടുള്ളത്. സെക്കൻഡ് ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റ് ആണ് പറഞ്ഞത്. ഷേഖാചീൽ പക്ഷി സങ്കേതം എന്നാണ് അതിന്റെ പേര്. അത് ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഉത്തർപ്രദേശിലെ 12ാമത്തെ റാംസർ സൈറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ എവിടെയാണെന്ന് പറഞ്ഞു? തമിഴ്നാട്ടിലാണ്. ദെൻ അതിനൊപ്പം തന്നെ പറഞ്ഞു ഉത്തർപ്രദേശ് 2ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് എവിടെയാണ്? അത് UK-യിലാണ് കേട്ടോ. UK-യിലാണ്. 2ാമത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ. 2ാമത് മെക്സിക്കോയിലാണ്. ദെൻ അവിടെ ഇന്ത്യ 3ാം സ്ഥാനത്താണ് കേട്ടോ. ഇന്ത്യ ഈ ലോകത്ത് റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2026 മെയ് 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ എന്താ പറഞ്ഞേ? ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2026 മെയ് 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലിനെ, ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2025 നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് എന്നാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്ന് പറയുന്നത്. സോ ആ ഒരു ബില്ലിനെ പറ്റി പറയുമ്പോൾ എന്താണ്? ഈ പണം വെച്ചുള്ള ഗെയിമുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരു ബില്ലായിരുന്നു എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്ന് പറയുന്നത്. സോ ആ ഒരു ബില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ 2025 ഓഗസ്റ്റ് മാസം
20 ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. അന്ന് തന്നെ അത് ലോക്സഭയിൽ പാസ്സാകുന്നു. ദെൻ ഓഗസ്റ്റ് മാസം 21 രാജ്യസഭ ബില്ല് പാസ്സാക്കുന്നു. ദെൻ ഓഗസ്റ്റ് 22 രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്നാണ് 2025 ഓഗസ്റ്റ് 20 എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവ്. ആരാണ്? അശ്വിനി വൈഷ്ണവ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അറിയാലോ, IT ആൻഡ് ഇലക്ട്രോണിക്സ്, വാർത്താവിനിമയം, അതുപോലെ തന്നെ റെയിൽവേസ്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? അശ്വിനി വൈഷ്ണവ്. സോ ഈ ഒരു ബില്ല് വരുന്നത് IT വകുപ്പിന് കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് അശ്വിനി വൈഷ്ണവാണ്. ദെൻ ബില്ല് ഓഗസ്റ്റ് 20 തന്നെ ലോക്സഭ പാസ്സായി, 21 രാജ്യസഭ പാസ്സായി, ഓഗസ്റ്റ് 22 രാഷ്ട്രപതി ഒപ്പുവെച്ചു. ദെൻ അതിന് പിന്നാലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡ്രീം 11 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡ്രീം 11 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവര് ഈ ഒരു നമ്മുടെ ഇന്ത്യയുടെ ജേഴ്സി സ്പോൺസർ ആയിരുന്നു. സോ അവര് സ്പോൺസർഷിപ്പ് പിൻവലിക്കുകയുണ്ടായി. സോ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു അതോറിറ്റിയിലേക്ക് വരാം. അതായത് ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് വരാം. നമ്മുടെ IT മന്ത്രാലയത്തിന് താഴെ കീഴിലുള്ള ഒരു ഡിജിറ്റൽ ഓഫീസ് ആയിട്ടായിരിക്കും ഈ ഒരു അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ദെൻ ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രാലയത്തിന് തന്നെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. സോ അത്രയും കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2026 മെയ് 1 മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അത് എന്തിനെ ബേസ് ചെയ്ത് വന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ആ ഒരു ബില്ലിനെ പറ്റി പറഞ്ഞു. ദെൻ ഇവിടെ ഈ ഒരു അതോറിറ്റിയുടെ എന്താണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു IT മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അതേ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് പറഞ്ഞു. ദെൻ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ ഒക്കെ എന്ത് ചെയ്യുക? അത് തരംതിരിക്കുക. അതായത് ഈ ഒരു പണം വെച്ച് ഉള്ള ബെറ്റിംഗ് ആപ്പുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരംതിരിക്കുക. ദെൻ ഇനി മുതൽ എന്ത് ചെയ്യുക? റിയൽ മണി യൂസ് ചെയ്യുന്ന ഗെയിമുകൾക്ക് ബാൻ വരും. ദെൻ അങ്ങനെയുള്ള അതിന്റെ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിലായിരിക്കും? ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു റിയൽ മണി ഉപയോഗിച്ചിട്ടുള്ള ഗെയിമുകൾക്കൊന്നും തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഈ ഒരു അനുമതി കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നൊരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സോ അതും കൂടി എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങളെയും നെയ്ത്ത് വിദ്യകളെയും ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങളെയും നെയ്ത്ത് വിദ്യകളെയും ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? വിശ്വസൂത്ര. എന്താണ്? വിശ്വസൂത്രയാണ്. വളരെ കൃത്യമായിട്ട് പഠിക്കുക. ആരാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു? ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ് അല്ലെ. അപ്പോൾ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം എന്ന് പറയുമ്പോൾ തന്നെ ടെക്സ്റ്റൈൽസിന്റെ മന്ത്രി അറിഞ്ഞിരിക്കണം. ആരാണ്? ഗിരിരാജ സിംഗ് ആണ് അല്ലെ. ഗിരിരാജ സിംഗ് ആണ് എന്തിന്റെ? ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. സോ അത് വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൈത്തറി വസ്ത്രങ്ങളുണ്ട്. സോ അതിനെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ ഫാഷൻ ഡിസൈനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ അതുകൂടെ ഒന്ന് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തിടെ ടൊബാക്കോ ആൻഡ് വേപ്സ് ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? എന്താണ് പറഞ്ഞത്? അടുത്തിടെ ടൊബാക്കോ ആൻഡ് വേപ്സ് ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. ഏതാണ്? UK ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ലോകത്തിന് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ബില്ല് ഒരു രാജ്യം പാസ്സാക്കുന്നത്. കാരണം ഇതിനു മുൻപ് ന്യൂസിലാൻഡ് ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ 2024 അവിടുത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം പിന്നീട് ആ ഒരു ബില്ല് പ്രാബല്യത്തിലില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എന്താണ് ടൊബാക്കോ ആൻഡ് വേപ്സ് ബില്ല് പാസ്സാക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളൊരു ജനറേഷന്, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് 2009 ശേഷം ജനിച്ച ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? സിഗരറ്റ് വിൽക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ബില്ല് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോ വർഷം കഴിയും തോറും ഓരോ വർഷം വെച്ച് എന്ത് ചെയ്യും? അത് കൂട്ടി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ 2009 ശേഷം ജനിച്ചവർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? സിഗരറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ടൊബാക്കോ ആൻഡ് വേപ്സ് ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിലൂടെ എന്ത് ചെയ്യുക? കുറച്ച് കാലങ്ങൾക്ക് ശേഷം സിഗരറ്റ് നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ടൊബാക്കോ ആൻഡ് വേപ്സ് ബിൽ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ സ്മോക്ക് ഫ്രീ ജനറേഷൻ ബിൽ എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. കാര്യം വരും തലമുറകളെ പൂർണ്ണമായിട്ടും ഒരു സിഗരറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് എയിം ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്മോക്ക് ഫ്രീ ജനറേഷൻ ബില്ലെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 2026 ഈ പറയുന്ന ടൊബാക്കോ ആൻഡ് വേപ്സ് ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ആണെന്നുള്ള കാര്യം പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പുകയില വിരുദ്ധ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഓർത്ത് വെക്കണം. മെയ് 31. ഇവിടെ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ മെയ് 31 പുകയില വിരുദ്ധ ദിനം. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2027 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? 2027 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സോ നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുൻപ് എന്നാണ് ലോക പുസ്തക ദിനവും പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോൾ ഏത് തീയതിയിലാണ് ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 23. സോ ഇതാദ്യമേ ഈ ഒരു തീയതി ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ 2027 ലോക പുസ്തക തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡലിനാണ്. ഏതാണ്? മെഡലിനാണ്. ഈ മെഡലിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളംബിയയിലാണ് കേട്ടോ. കൊളംബിയയിലെ മെഡലിനാണ് എന്ന് പറയുന്നത് 2027 ലോക പുസ്തക തലസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, യുനെസ്കോ ഇത്തരത്തില് ഒരു സ്ഥലത്തെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 2027 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡലിനാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ 2026 ഉണ്ടായിരുന്നുണ്ട്. 2026 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാബത്താണ്. റാബത്ത് എന്ന് പറയുന്നത് മൊറോക്കോയിലാണ്. മൊറോക്കോയിലെ റാബത്താണ് 2026 പുസ്തക തലസ്ഥാനം. ദെൻ 2025 വരുമ്പോൾ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. റിയോ ഡി ജനീറോയാണ്. റിയോ ഡി ജനീറോയാണ് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഈ പറയുന്ന റിയോ ഡി ജനീറോ എന്ന് പറയുന്നത് ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ് റിയോ ഡി ജനീറോ ഉള്ളത്. അപ്പോൾ 2027 ലോക പുസ്തക തലസ്ഥാനം മെഡലിനാണ്. 2026 റാബത്താണ്. ദെൻ 2025 റിയോ ഡി ജനീറോയാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ, ഞാനിവിടെ പുരുഷ T20 എന്നോ വനിതാ T20 എന്നോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആര് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സ്മൃതി മന്ദാനയാണെന്നുള്ള കാര്യം പഠിക്കുക. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് രോഹിത് ശർമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രോഹിത് ശർമ്മ നേടിയ റൺസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി മന്ദാനയാണ്. ഇനി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുവാണെന്ന് വിചാരിച്ചോ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ, അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി മന്ദാനയും, അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, വീണ്ടും വനിതയെന്നോ അതുപോലെ തന്നെ പുരുഷനെന്നോ പറയുന്നില്ല, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂസി ബാറ്റ്സ് ആണ്. ഇതൊരു വനിതാ താരമാണ് കേട്ടോ. സൂസി ബാറ്റ്സ് ആണ്, ന്യൂസിലാൻഡിന്റെ വനിതാ താരമാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂസി ബാറ്റ്സ് ആണ്. ഇനി അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ അസമാണ്. ബാബർ അസം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ നോക്കാം, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പുരുഷ T20 നോക്കാം. അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് ബാബർ അസം, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യക്കാരൻ രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സൂസി ബാറ്റ്സ്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാന. ഇനി പുരുഷനും വനിതയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സൂസി ബാറ്റ്സ് ആണ്. ദെൻ പുരുഷനും വനിതയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2026 അന്തരിച്ച മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എൻ ഭാസ്കര റാവു എന്നാണ്. എൻ ഭാസ്കര റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ഇദ്ദേഹം ആകെ 1 മാസം മാത്രമേ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് അല്ല, വിഭജിക്കുന്നതിന് മുൻപുള്ള ആന്ധ്രാപ്രദേശ്. അപ്പോൾ 1 മാസം മാത്രമേ ഇദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെലുങ്ക് ദേശം പാർട്ടി TDP, അതായത് അന്നത്തെ NTR, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് NTR, ചലച്ചിത്ര നടനാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് തെലുങ്ക് ദേശം പാർട്ടി. സോ ഈ പറയുന്ന NTR CM ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം 1 മാസത്തേക്ക് ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്താണ് ഈ പറയുന്ന എൻ ഭാസ്കര റാവുവിനെ CM ആക്കുന്നത്. അങ്ങനെ അദ്ദേഹം 1 മാസത്തെ CM ആയിരുന്നു. ദെൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വിവാദ നായകൻ കൂടിയാണ്. കാരണം ഇദ്ദേഹം പിന്നീട് കോൺഗ്രസുമായിട്ടൊക്കെ ഒരു അലയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, അധികാരം പിടിച്ചെടുക്കാനൊക്കെ നോക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നൊരു
കാര്യം കൂടി ഉണ്ട് കേട്ടോ. സോ അത്തരത്തിൽ വളരെ അങ്ങനെയൊക്കെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന എൻ ഭാസ്കർ റാവു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 2026 ഏപ്രിൽ അന്തരിച്ചു. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നിങ്ങളെ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ടാലന്റിന്റെ അറിവിടത്തെ പറ്റിയാണ് പറയുന്നത്. അറിവിടം എന്ന് പറയുന്ന പുസ്തകം എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ SCRTക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഇറക്കിയ പുസ്തകമാണ് അറിവിടം എന്ന് പറയുന്നത്. സയൻസിന് 2 വോളിയം ഉണ്ട്, സോഷ്യലിന് 2 വോളിയം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ അറിവിടം വാങ്ങിച്ച നിങ്ങളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞ് കാണും. ദെൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ, അല്ലെങ്കിൽ SCRTയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? സോ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അറിവിടത്തിന്റെ ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇവിടെ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനും വേണ്ടിയിട്ട് ഒറ്റ ബുക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 4300-ലധികം പരിശീലന ചോദ്യങ്ങളുണ്ട്. വെറും പരിശീലന ചോദ്യങ്ങൾ മാത്രമല്ല, റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച SCRT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ PQs കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ 2300-ലധികം സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതേപോലെ തന്നെ 1800-ലധികം സയൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന പരീക്ഷയിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വെറുതെ MCക്ക് മാത്രമല്ല, ദെൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു പടക്ക നിർമ്മാണശാലയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ അതിന്റെ ആ കമ്മീഷനെ നയിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. അതിനുശേഷം പറഞ്ഞത് 2026 പത്മപ്രഭ പുരസ്കാരമാണ്. ആർക്കാണ്? R രാജശ്രീക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ഇതിന് മുൻപ് 2025 ആലങ്കോട് ലീലാകൃഷ്ണനും, അതിനു മുൻപ് റഫീഖ് അഹമ്മദിനും, അതിനു മുമ്പ് സുഭാഷ് ചന്ദ്രനുമാണ്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് പ്രധാനപ്പെട്ട 2 നിയമനങ്ങളായിരുന്നു അല്ലെ. ഒന്നെന്ന് പറയുന്നത് 2026 ക്യാൻസിലെ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പായൽ കപാഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ പായൽ കപാഡിക്ക് ഇതിനു മുൻപ് ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ സംവിധാനം ചെയ്തതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡ് പ്രിക്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് മറ്റൊരു നിയമനമാണ്. അതായത് ഡെബിയൻ പ്രോജക്ടിന്റെ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത, ആദ്യ ഏഷ്യൻ വനിത, അല്ലെങ്കിൽ ആദ്യത്തെ വനിത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ, ശ്രുതി ചന്ദ്രനാണ്. സോ ഇതുകൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ്, ദി ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്ത് ആൻഡ് മിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മനോജ് മുകുന്ദ നരവനെയാണ്. ഓൾറെഡി അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റ് ഏതാണ്? ഷെയ്ഖാച്ചിയിൽ പക്ഷി സങ്കേതമാണ്, ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ 12ാമത്തെ റാംസർ സൈറ്റ് ആണ്. ദെൻ അതിനുശേഷം ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2026 മെയ് 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്ന കാര്യം പറഞ്ഞു. ദെൻ ഇത് ഏത് ബില്ലിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 ഓഗസ്റ്റ് 20 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല്. അന്ന് ലോക്സഭയിൽ പാസ്സായി, തൊട്ടടുത്ത ദിവസം 21 രാജ്യസഭയിൽ പാസ്സായി, തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 22 രാഷ്ട്രപതി ഒപ്പുവെച്ച ബില്ല്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ദെൻ ഡൽഹി ആയിരിക്കും ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. IT മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആ ഒരു ലെവലിലുള്ള ഒരാളായിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് വിശ്വസൂത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ്. ഇനി എന്താണ്, ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങളെയും നെയ്ത്ത് വിദ്യകളെയും ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം പറഞ്ഞു, അടുത്തിടെ ടൊബാക്കോ ആൻഡ് വെയ്പ്സ് ബില്ല് പാസ്സാക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പോൾ സ്മോക്ക് ഫ്രീ ജനറേഷൻ ബിൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതായത് വരും തലമുറ എന്ത് ചെയ്യുക, ഈ ഒരു പുകയിലയിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബില്ല് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് കേട്ടോ. ഇനി അതിനുശേഷം പറഞ്ഞത് 2027 ലോക പുസ്തക തലസ്ഥാനമാണ്. എവിടെയാണ്? മെഡലിനാണ്. അത് കൊളംബിയയിലാണ്. ദെൻ അതിനുശേഷം അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. ദെൻ ഒരു വിയോഗം പറഞ്ഞു, N ഭാസ്കര റാവു എന്ന് പറയുന്ന മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി 2026 ഏപ്രിലിൽ അന്തരിച്ചു. സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ദിനേശ് ത്രിവേദി ഏത് രാജ്യത്തിന്റെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായാണ് നിയമിതനാകുന്നത്? മ്യാൻമാർ, നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം നേടിയ സാറാ ഫിഞ്ച് ഏത് രാജ്യക്കാരിയാണ്? ഇംഗ്ലണ്ട്, US, ദക്ഷിണ കൊറിയ, കൊളംബിയ. ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അപ്പൊ ഇതിന്റെ ശരിയുത്തരം ലഡാക്ക് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെട്രോഗ്ലിഫ് എന്ന് പറയുന്നത് ഈ പുരാതന മനുഷ്യര കല്ലുകളിലും മറ്റും കോറിയിട്ട ചിത്രങ്ങൾ, ലിപികൾ, ഇതൊക്കെയാണ് പെട്രോഗ്ലിഫ് എന്ന് പറയുക. അപ്പോൾ ലഡാക്കിലെ ലേയിലാണ്, സിന്ധു നദീ തീരത്തുള്ള സിന്ധു ഘട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക.
രണ്ടാമത്തെ ചോദ്യം 2026 ഏപ്രിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യം ഏത് എന്നാണ്. ഭൂകമ്പം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ആൻസർ ഏതാണ്? ജപ്പാനാണ്. അപ്പോൾ ജപ്പാനിലാണ് ഉണ്ടായത് ഈ ഒരു 7.7 തീവ്രത രേഖപ്പെടുത്തിയത്, റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതല്ല നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ ഒരു മെഗാ ക്വേക്കിനുള്ള സാധ്യത ഉണ്ട്. അതായത് റിക്ടർ സ്കെയിലിൽ 8 അതിന് മുകളിലോ പോകുമ്പോഴാണ് മെഗാ ക്വേക്ക് എന്ന് പറയുന്നത്. സോ അതിനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുകയുണ്ടായി. സോ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലതുപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഏപ്രിൽ 24 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.